ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ഡിവിഷനിലാണ് നമ്മളുള്ളത്. ഓരോ സ്ഥാനാർത്ഥിയും നല്ല സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവിഷൻ തന്നെയാണ് 33 ചീനപ്പുല്ല്. ഇവിടെ വികസനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഇതൊരു UDF വാർഡായിരുന്നു. UDF വാർഡിനെ സംബന്ധിച്ചിടത്തോളം അത് 40 വർഷമായി അവർ കൊണ്ടുപോയ സ്ഥിതിക്ക് അവർക്ക് എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ വാർഡിൽ തന്നെ പല റോഡുകളിലേക്കും ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്ത റോഡുകളുണ്ട്. ആ ഒരു ദുരവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് കളിച്ച് വളരാനുള്ളൊരു ഗ്രൗണ്ട് നമ്മൾ ചെയ്തു കൊടുക്കണം നിർബന്ധമുണ്ട്. അത് കൊടുക്കാമെന്ന് നമ്മൾ അവരെടുത്ത് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചീനപ്പുല്ലിലെ ജനങ്ങളുടെ കൂടെ തന്നെയാണ് ഞാനുള്ളത്. ഈ ഡിവിഷനിലെ മുഴുവൻ വോട്ടർമാരെയും എനിക്ക് നേരിട്ട് വ്യക്തിപരമായി ബന്ധമുണ്ട്. വിജയം അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ബഹുദൂരം മുന്നിലാണ് 2 മുന്നണി സ്ഥാനാർത്ഥികളെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ മുൻപിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച വോട്ട് എണ്ണുന്ന ദിവസവും നിങ്ങൾക്കതിൻ്റെ ബോധ്യം വരും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ ഈ ഡിവിഷനിനെ പ്രതിനിധീകരിച്ച് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഇത് ഉറച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഡിവിഷനായി തന്നെയാണ് കാണുന്നത്. ഈ പറയുന്ന സ്വയം ജനകീയ സ്ഥാനാർത്ഥി എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ജനം കനത്ത തിരിച്ചടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമിത്. ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വലിയ മൂല്യബോധമുള്ള ആളുകളാണ് ഈ ഡിവിഷനിലെ എൻ്റെ ശക്തിയായി ഞാൻ കാണുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഒരു തരത്തിലുമുള്ള കൂടുതൽ സഹായങ്ങൾ നൽകാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമാവധി ദ്രോഹിക്കുന്ന നിലപാടാണ് ഭരണസമിതി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പല വികസനങ്ങളും ഇവിടെ വിചാരിച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അവർക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം, ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരെന്നെ പൂർണ്ണമായും സഹായിക്കുമെന്നുള്ള വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരുപാട് മുന്നിലുള്ളത് ഞങ്ങൾ ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ വന്ന സ്ഥിതിക്ക് മൊത്തത്തിലുള്ള കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് സ്പ്രെഡായിരിക്കുക. ആ നേട്ടമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടമായി മാറിയിരിക്കുന്നത്. ഇത് നമുക്ക് അനുകൂല ഘടകമായതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള പെരുമാറ്റം ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വികസനങ്ങൾ കാര്യമായിട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല. സിറ്റിംഗ് സീറ്റ് എന്ന പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ ഞങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇത്രയും കാലം ഇവിടെ നടന്നു പോയത്. ഈ പ്രാവശ്യം ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഈ റോഡൊന്ന് ശരിയാക്കി തന്നാൽ ഞങ്ങൾ ജയിപ്പിക്കും, ഞങ്ങൾ ശരിയാക്കി തരാം. അതിന് കേരള സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഇലക്ഷനോടനുബന്ധിച്ച് എന്തൊക്കെ മറിമായമാണ് നടക്കുക എന്നറിയില്ല. തിരിച്ച് അങ്ങോട്ട് കൊടുക്കൽ ഇങ്ങോട്ട് കൊടുക്കലൊക്കെ ഉണ്ടാവില്ല. നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനല്ലേ. അപ്പോഴും ഞങ്ങൾ വലിയ പ്രതീക്ഷയെ തന്നെയാണ് ഉള്ളത് ചീനപ്പുല്ലിൽ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.